റസാഖ് എന്നത് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണ്. റിസ്ഖ് എന്ന പദത്തിൽ നിന്നാണ് റസാഖ് എന്ന പദത്തിലേക്ക് വരുന്നത്. റിസ്ഖ് എന്നാൽ അള്ളാഹു നൽകുന്ന എന്തും. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം റിസ്ഖാണ്. ഇന്നല്ലാഹ ഹുവർ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ എന്ന് സൂറത്തു ദാരിയാത്തിൽ നമുക്ക് കാണാം. റിസ്ഖ് രണ്ട് വിധമുണ്ട്, ലാഹിറായതും ബാത്തിനായതും. ലാഹിറായ റിസ്ഖ് എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അള്ളാഹു നൽകുന്ന ഭക്ഷണവും മരുന്നും മറ്റ് സൗകര്യങ്ങളെല്ലാം ലാഹിറായ റിസ്ഖിൻ്റെ ഭാഗമാണ്. ബാത്തിനായ റിസ്ഖിൻ്റെ ഭാഗമാകുന്നത് ഇൽമും ഇഖ്ലാസും മഅരിഫത്തും മറ്റുള്ള ആത്മീയ വിഭവങ്ങളുമാണ്. ഭക്ഷണം കിട്ടുമ്പോൾ നമ്മുടെ ശരീരം ഊർജ്ജസ്വലമാകുന്നത് പോലെ ഇൽമും മഅരിഫത്തും ഒക്കെ ലഭിക്കുമ്പോൾ നമ്മുടെ റൂഹ്, ആത്മാവുകൾക്ക് അത് പോഷക പുഷ്ടമാകാറുണ്ട്. ആ ഇൽമും മഅരിഫത്തും ലഭിക്കുന്നത് ആത്മാവുകൾക്ക് സന്തോഷദായകമാണ്. എന്നാൽ നമുക്ക് അള്ളാഹു യഥേഷ്ടം നൽകുന്ന അനുഗ്രഹങ്ങളെ നാം പാഴാക്കി കളയാൻ പാടില്ല. ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ല. കുലു വഷ്റബു വല തുസ്രിഫു എന്ന് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. നാം അനാവശ്യമായി പാഴാക്കി കളയുന്ന ആഹാരത്തെ സംബന്ധിച്ച്, അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കുന്നതാണ്. അതുമാത്രമല്ല, ദാരിദ്ര്യത്തെ ഭയന്ന് നമ്മുടെ മക്കളെ ഇല്ലായ്മ ചെയ്യാൻ പാടില്ല. ലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ നശിപ്പിക്കാൻ പാടില്ല, ഇല്ലായ്മ ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെടുമ്പോഴുള്ള റിസ്ഖ് അല്ലാഹു തആല അപ്പോൾ തയ്യാറാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രസവിക്കുമ്പോൾ മാതാവിന് കുഞ്ഞിന് വേണ്ട സമൃദ്ധമായ പാൽ അല്ലാഹു തആല മാതാവിൻ്റെ മാറിടത്തിൽ സംവിധാനിക്കപ്പെടുന്നു. ചിലർക്ക് അല്ലാഹു തആല നേരിട്ട് ഭക്ഷണം നൽകിയ സംഭവങ്ങളുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടത്തേക്ക് ലഭിച്ച ഭക്ഷണത്തെ സംബന്ധിച്ച് ചോദിക്കുന്നത് വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ.